ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗോബി മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനകത്ത് നമ്മൾ വീട്ടിൽ സാധാരണ ഓരോ വീടുകളിലും ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് നമ്മൾ വേറെ കൂടുതൽ സാധനങ്ങളൊക്കെ മേടിച്ച് ടേസ്റ്റ് കൂട്ടി അങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു കോളിഫ്ലവർ എടുക്കുക. കോളിഫ്ലവർ എടുത്തിട്ട് അതിനെ നന്നായിട്ട് കഴുകി അടർത്തി വെക്കുക. എന്നിട്ട് അതിനെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് തിളയ്ക്കുമ്പോൾ ഇതങ്ങോട്ട് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. അതിൽ കൂടുതൽ തിളപ്പിക്കരുത്, വെന്ത് പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ എന്നിട്ട് അത് തിളച്ച് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിനെ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇതിനെ വന്ന് വാട്ടിയിട്ട് ചെറിയ പീസാക്കുന്നത് എളുപ്പം കേട്ടോ. നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉരിഞ്ഞെടുക്കാം. ഇനി അതിന് വേണ്ടുന്ന മാവ് തയ്യാറാക്കാം. മുക്കി പിരിക്കാനുള്ള മാവ് തയ്യാറാക്കാം. അതിന് ആദ്യമേ ഞാൻ കുറച്ച് മൈദാപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ടു. കോൺഫ്ലവറിന് പകരം അരിപ്പൊടി വേണമെങ്കിലും ഇടാം കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല. ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഏതെങ്കിലും ഒന്നിട്ടാലും മതി കേട്ടോ. ചിക്കൻ മസാല എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഗരം മസാല കുറച്ച് ഇട്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ആ മാവിനകത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക. വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഈ കോളിഫ്ലവറിനകത്ത് മാവ് പിടിക്കില്ല. കോളിഫ്ലവറിനകത്ത് മാവ് പിടിച്ചില്ലെങ്കിലും പൊരിച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ മാവ് വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോഴും അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മാവ് കൂടുതലും കോളിഫ്ലവർ കുറച്ചും ആയിപ്പോയിട്ട് അതും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരളവിൽ നമുക്ക് ദോശമാവൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരളവിൽ എടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഇതേമാതിരി ഞാൻ കുഞ്ഞായിട്ട് മുറിച്ചിട്ടേ അത് നമുക്ക് മാവിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം അപ്പോൾ കുറച്ച് നേരം വെച്ചേക്കുമ്പോഴത്തേന് എണ്ണയൊക്കെ ചൂടാവുന്ന സമയമാകുമ്പോഴത്തേന് ഇതിനകത്ത് കുറച്ച് എരിവും ഒക്കെ ഒന്ന് പിടിച്ചിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇത് ഇടാവുള്ളൂ, കോളിഫ്ലവർ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ എണ്ണ തിളച്ചെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മാവ് കുറച്ചൊരു സ്പൂണിനകത്തെടുത്ത് ഇങ്ങനെ ഇറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും തിളച്ചിട്ടുണ്ടോ, എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് നോക്കിയതിന് ശേഷം മാത്രം കോളിഫ്ലവർ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഈ മാവിനകത്ത് ആഡ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ സോസുകൾ, സോയാ സോസ്, പിന്നെ അതേപോലെ ടൊമാറ്റോ സോസ്, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം.
പക്ഷെ ഞാനിതൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അവസാനം കുറച്ച് കറിവേപ്പിലയും ഒക്കെ, കറിവേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് സവോള ഇതെല്ലാം കൂടെ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയാണേ. അപ്പോൾ ഇതേമാതിരി നന്നായിട്ട് മുരിച്ചെടുക്കുക. ഇത് ആവശ്യത്തിന് മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായി പോവും. അതിന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റും ആയി പോവും. അപ്പോൾ കറക്റ്റ് നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് തണുപ്പിച്ചിട്ട് കടിച്ചു നോക്കിയാലും മതി കേട്ടോ. അതിൻ്റെ ആ ഒരു കറക്റ്റ് സൈസ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതേപോലെ എല്ലാം വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ കണക്ക് കറിവേപ്പിലയും അതും ഇതൊക്കെ വറുത്ത് ഇടാവുന്നതാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റും ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.